പരീക്ഷിക്കപ്പെട്ടവർ എങ്കിലും ഉപേക്ഷിക്കപ്പെട്ടവരല്ല. ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഒന്നോർക്കുക, നിങ്ങളുടെ പരീക്ഷണങ്ങൾ നിങ്ങളുടെ കഥയുടെ അവസാനമല്ല. ദൈവം അതിലൂടെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. യെശയ്യാവ് 43:2. ജീവിതം പലപ്പോഴും പരീക്ഷണങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും നിരാശകളുടെയും അനിശ്ചിതത്വങ്ങളുടെയും കാലഘട്ടങ്ങൾ കൊണ്ടുവരാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ വിശ്വാസം പരസ്യമായി പരീക്ഷിക്കപ്പെടും. മറ്റു ചിലപ്പോൾ ഹൃദയത്തിന്റെ സ്വകാര്യ പോരാട്ടങ്ങളിൽ അത് നിശബ്ദമായി നടക്കും. അത്തരം നിമിഷങ്ങളിൽ കർത്താവെ, ഇതൊന്ന് മാറ്റിത്തരണമേ എന്ന് നാം സ്വാഭാവികമായും പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവം എപ്പോഴും ആ പരീക്ഷണം ഉടൻ മാറ്റിക്കളയണമെന്നില്ല. കാരണം നമ്മുടെ സാഹചര്യം മാറ്റുന്നതിൽ മാത്രമല്ല, അതിലൂടെ നമ്മെ രൂപപ്പെടുത്തുന്നതിലുമാണ് അവിടുത്തേക്ക് താല്പര്യം. നാം ഒരിക്കലും തീയിലൂടെയോ താഴ്വരകളിലൂടെയോ നടക്കില്ല എന്നല്ല അവിടുത്തെ വാഗ്ദാനം. മറിച്ച് അവയിലൂടെ നടക്കുമ്പോൾ അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ടാകും എന്നതാണ്. തീച്ചൂളയിലെ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും പോലെ നാം കഷ്ടതകൾ നേരിടുന്നത് നാം അനുസരണക്കേട് കാണിച്ചതുകൊണ്ടല്ല, മറിച്ച് വിശ്വസ്തയോടെ നിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ടാകാം. ആ തീക്കുള്ളിലും ദൈവസാന്നിധ്യം അവരെ വിട്ടുപോയില്ല. അവരെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ആ തീ അവരെ ബന്ധിച്ചിരുന്ന കയറുകളെ മാത്രമാണ് ദഹിപ്പിച്ചത്. അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഭയം, അഹങ്കാരം, സംശയം, എരുമിതികൾ എന്നിവയെ തകർക്കും. ഇന്ന് വേദനാജനകമായി തോന്നുന്നത് യഥാർത്ഥത്തിൽ നമ്മെ ശക്തിപ്പെടുത്താനും ശുദ്ധീകരിക്കാനും വലിയ കാര്യങ്ങൾക്കായി ഒരുക്കാനുമുള്ള ദൈവത്തിന്റെ പ്രക്രിയയായിരിക്കാം. സങ്കീർത്തനങ്ങൾ 66:12 നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടന്നുപോയി, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് പുറപ്പെടുവിച്ചു. പരീക്ഷണങ്ങൾ താൽക്കാലികമാണ്, എന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾ ശാശ്വതമാണ്. നിങ്ങളുടെ കഥ പോരാട്ടത്തിൽ അവസാനിക്കുന്നില്ല, കാരണം ദൈവം അതിന് വലിയൊരു ശുഭാന്ത്യം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏതു പരീക്ഷണമാണോ നിങ്ങളെ കരയിപ്പിച്ചത്, അതൊരു ദിവസം ദൈവത്തിൽ ആശ്രയിക്കാൻ മറ്റൊരാൾക്ക് പ്രചോദനമേകുന്ന സാക്ഷ്യമായി മാറും. ഒരു സ്വർണ്ണക്കഷണം വിലപ്പെട്ടതാകുന്നത് തീയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ്. ചൂട് അതിനെ നശിപ്പിക്കുന്നില്ല, അത് അഴുക്കുകളെ നീക്കം ചെയ്യുകയും അതിനെ കൂടുതൽ തിളക്കമുള്ളതാക്കുകയും ചെയ്യുന്നു. അതേപോലെ ദൈവം പരീക്ഷണങ്ങളെ ഉപയോഗിക്കുന്നത് നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മെ ശുദ്ധീകരിക്കാനാണ്. ഒന്ന് സ്വയം വിലയിരുത്തുക. ഞാൻ ദൈവത്തോട് പരീക്ഷണങ്ങൾ നീക്കം ചെയ്യാൻ മാത്രമാണോ ആവശ്യപ്പെടുന്നത്, അതോ അതിലൂടെ എന്നെ ശക്തിപ്പെടുത്താനും പക്വതയുള്ളവനാക്കാനും ഞാൻ ദൈവത്തെ അനുവദിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഓരോ പരീക്ഷണത്തിലും എന്നോടൊപ്പം ഇരിക്കുന്നതിനായി നന്ദി. ഈ പ്രക്രിയ എനിക്ക് മനസ്സിലാകാത്തപ്പോഴും അങ്ങയുടെ ഉദ്ദേശത്തിൽ വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ. എന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും എല്ലാ ഭയത്തെയും നീക്കം ചെയ്യുകയും എന്റെ പരീക്ഷണങ്ങളെ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളാക്കി മാറ്റുകയും ചെയ്യണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.